നമസ്കാരം. CMRL എക്സാലോജിക് ഇടപാടിലും ഹവാല കേസ് അന്വേഷണത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വന്തം മകൾ വീണ വിജയനെതിരെ പിടിമുറുക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ച് വിചിത്രമായ ന്യായീകരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. താനും തന്റെ മകളും കുടുംബവും ഒരു ഹവാല ഇടപാടും നടത്തിയിട്ടില്ലെന്നും തന്റെ മകളായതുകൊണ്ട് മാത്രമാണ് ED വിചിത്രമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്നുമാണ് പിണറായി വിജയന്റെ വാദം. ഏതെങ്കിലും കേസിൽ ED പത്രക്കുറിപ്പ് ഇറക്കാറുണ്ടോ എന്നും തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം വേട്ടയാടലിന്റെ ഭാഗമാണെന്നും പറഞ്ഞ് കേസിനെ രാഷ്ട്രീയവൽക്കരിച്ച് രക്ഷപ്പെടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെന്ന പദവിയും സ്വാധീനവും ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്ത വ്യക്തിയാണ് വീണ വിജയൻ എന്ന കാര്യം കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിനും അറിയാവുന്നതാണ്. യാതൊരുവിധ സേവനവും നൽകാതെ CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും പ്രതിമാസം കൃത്യമായി കോടികളുടെ മാസപ്പടി കൈപ്പറ്റിയതും അതിന് എക്സാലോജിക് എന്ന വ്യാജ കമ്പനിയെ മറയാക്കിയതുമെല്ലാം തെളിവുകൾ സഹിതം പുറത്തുവന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തന്റെ കൈകൾ ശുദ്ധമാണെന്നും ശുദ്ധമായിരിക്കും, ഇതിൽ കറ പുരട്ടാമെന്നാരും കരുതണ്ട എന്ന് വാർത്താ സമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ചാൽ ചെയ്ത അഴിമതികൾ ഇല്ലാതാകില്ലെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പഴയ ലാവ്ലിൻ കേസും CBI അന്വേഷണവും ഒക്കെ ഓർമ്മിപ്പിച്ച് താൻ വലിയ പരിശുദ്ധനാണെന്ന് സ്ഥാപിക്കാൻ നോക്കുന്ന പിണറായി വിജയനോട് ജനങ്ങൾക്കൊക്കെ ഒന്നേ ചോദിക്കാനുള്ളൂ. EDയും മറ്റു കേന്ദ്ര ഏജൻസികളും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായ മറുപടി കൊടുത്താൽ മാത്രം പോരെ. വീണ വിജയൻ തന്റെ പക്കലുള്ള രേഖകളും കണക്കുകളും കൃത്യമായി EDക്ക് മുന്നിൽ ഹാജരാക്കി ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ചോദ്യം ചെയ്യലിൽ നിന്നും ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ നോക്കുകയും മകൾക്ക് ചുറ്റും പ്രതിരോധ മതിൽ തീർക്കാൻ പത്രസമ്മേളനം വിളിച്ച് ന്യായീകരിക്കുകയും ചെയ്യുന്നത് സ്വന്തം തട്ടിപ്പുകൾ പുറത്തുവരുമെന്ന ഭയം കൊണ്ടല്ലേ. മകൾക്ക് അത്രയും സ്വത്തുക്കൾ ഇല്ലെന്നും ED കാണിക്കുന്ന കണക്കുകളിലെ തുക വലുതല്ലെന്നും ഒക്കെ പറഞ്ഞ് അഴിമതിയുടെ ആഴം കുറച്ചു കാണിക്കാൻ പിണറായി നടത്തുന്ന ശ്രമങ്ങൾ തികച്ചും പരിഹാസ്യമാണ്. അത് 1 രൂപയാണെങ്കിലും കോടികളാണെങ്കിലും അനധികൃത സാമ്പത്തിക ഇടപാടുകളും ഹവാല കടത്തും നിയമവിരുദ്ധം തന്നെയാണ്. റൂട്ടറുകൾ വഴിയും മറ്റൊരാളുടെ പേരിലുള്ള വ്യാജ സിം കാർഡുകൾ വഴിയും സന്ദേശങ്ങൾ അയച്ച് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതും വിദേശ അക്കൗണ്ടുകളിലേക്ക് ഹവാലയായി പണം കടത്തിയതുമെല്ലാം ശാസ്ത്രീയ അന്വേഷണത്തിൽ പുറത്തുവരുമ്പോൾ ഇതിനെ EDയുടെ പ്രതികാര നടപടിയെന്ന് വിളിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. തനിക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോഴൊക്കെ ഇരവാദം ഉന്നയിക്കുന്ന പഴയ തന്ത്രം തന്നെയാണ് ഇത്തവണയും പിണറായി പുറത്തെടുത്തിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്ന് മകളുടെ കമ്പനിക്ക് കോടികളുടെ അഴിമതിപ്പണം ഒഴുകിയെത്താൻ വഴിയൊരുക്കിയ പിണറായി വിജയന് ഈ വിഷയത്തിൽ നിന്നും കൈകഴുകാൻ സാധിക്കില്ല. വാർത്താ സമ്മേളനം വിളിച്ച് വിചിത്രമായ ന്യായീകരണങ്ങൾ നടത്തുന്നതിന് പകരം ചോദ്യം ചെയ്യലിന് ഹാജരായി അന്വേഷണ ഏജൻസികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയാണ് വീണ വിജയനും കുടുംബവും ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം ഈ രാഷ്ട്രീയ നാടകങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൂടുതൽ നാണക്കേടായി മാറുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.